ദൈവസന്നിധിയിൽ അതിനു വേണ്ടി താഴ്ത്തി ഭരമേൽപ്പിക്കുകയാണ്. ഒരു മെസ്സേജായിട്ടല്ല എങ്കിലും ഒരു ചെറിയ ഒരു ലഘു സന്ദേശം പോലെ ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ എൻ്റെ പേര് മാറ്റിയിട്ടില്ല, അപ്പം എന്താണ് ഒരു വചനത്തിൽ നിന്നൊരു ആത്മീയ ദൂത് എനിക്ക് പ്രകാശിപ്പിച്ചു തരണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു വചനഭാഗം അതൊന്ന് വായിപ്പാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ടാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോർവീൻ. ഈ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അപ്പോൾ തന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, മടുത്തു പോകാതെ ഇരിപ്പാൻ, ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ഹല്ലേലൂയ. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ പറയും മടുത്തുപോയി, ക്ഷീണിച്ചു പോയി, അല്ലേ? നമ്മൾ എസ്പെഷ്യലി ലേഡീസിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സോ നമ്മൾ സഹോദരിമാരാണെങ്കിലും എപ്പോഴും നമ്മൾ പറയും പണി ചെയ്ത് എന്ത് ചെയ്യാം, മടുത്തു പോവുകയാണ്. പിന്നെ പറയും പ്രാർത്ഥിച്ച് എന്ത് ചെയ്യുന്നു, മടുത്തു പോകുന്നു. കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മടുത്തു പോകുന്നു. പല കാര്യങ്ങളിലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് മടുത്തു പോകുന്നു.